എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. ഈ പുതുവർഷ ഫലത്തിൽ പ്രത്യേകിച്ച് ഇടവൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി, പ്രത്യേകിച്ച് പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതി എന്തെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അവരുടെ ജന്മരാശിയുടെ 3-ലും, ശനി 11-ലും, കേതു 4-ലും, രാഹു 10-ലുമാണ് സഞ്ചരിക്കുന്നത്. 3-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പൊതുവിൽ ഈശ്വരാധീനത്തിനൊരു മങ്ങലുണ്ട്. പക്ഷെ ശനിയുടെ സ്ഥിതി വളരെ അനുകൂലമാണ്. സർവാഭീഷ്ട സ്ഥാനമായ 11-ലെ ശനിയുടെ സ്ഥിതി നല്ലതാണ്. 4-ലെ കേതു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും മനക്ലേശങ്ങളും ഉണ്ടാക്കും. എങ്കിലും 10-ലെ രാഹു തീർച്ചയായിട്ടും കർമ്മപുഷ്ടി ഉണ്ടാക്കുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖലയിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കുക, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വരിക, വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുക ഒക്കെ സംഭവിക്കാവുന്ന ഒരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കുറച്ചും കൂടുതലോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ചെറിയ ചെറിയ കാര്യതടസ്സങ്ങളും അലസതയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് പുതിയ ഉദ്യോഗത്തിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഉദ്യോഗത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രമോഷനൊക്കെ കിട്ടും. പക്ഷേ ചില ട്രാൻസ്ഫർ കൊണ്ടുള്ള ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ്. ആരോഗ്യപരമായിട്ട് ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരരോഗം, ഗ്യാസ്, അസിഡിറ്റി അതുപോലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. എങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ പല വിധത്തിലും വന്നു ചേരുന്നതാണ്. അതായത് ചിട്ടി, ലോൺ, അതുകൂടാതെ ട്രേഡിംഗ്, ഷെയർ മാർക്കറ്റ് എന്നീ രംഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് അനുകൂലമല്ലാത്ത സമയമാണ്. എങ്കിലും നിലവിലുള്ള ബിസിനസ്സൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവരും കുറച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമെന്നേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ച് ഇവരുടേതായ രംഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ്സുകാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ലെ കേതുവും 3-ലെ വ്യാഴവും ചെറിയ ചെറിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. ഇടവൻ രാശിക്കാരുടെ ചാരവശാലുള്ള അഥവാ ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് നിങ്ങൾക്ക് നല്ല ദശാകാലങ്ങളോ അല്ലെങ്കിൽ ഒരു ദശയിൽ നല്ല ഗ്രഹങ്ങളുടെ, ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ കൂടുതലായിട്ട് നല്ല രീതിയിൽ വന്ന് ഭവിക്കുന്നതും ആയിരിക്കും. ഇടവൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.